അതിനു മുമ്പേ മോളുടെ MRI സ്കാൻ എടുത്തായിരുന്നു. ഒന്നാമത്തെ സ്കാനിങ്ങിൽ അവർ പറഞ്ഞു രക്ഷപ്പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ സ്കാനിങ്ങിലും അതേ സ്റ്റേജ് തന്നെയായിരുന്നു. മൂന്നാമത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു തല ഫുള്ള് സ്പ്രെഡായി, ഇനി നിങ്ങളിതിനെ പ്രതീക്ഷിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കുഞ്ഞിന് ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുത്തേക്കണം. അപ്പോൾ ഒരു രാത്രി ഒരു 2:30 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കമില്ല. ഏത് നിമിഷവും എൻ്റെ കണ്ണിന് മുന്നിൽ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഉണർന്നിരുന്ന് ഇങ്ങനെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് അവളുടെ നെഞ്ചിലിങ്ങനെ കൈവയ്ക്കും, ജീവനുണ്ടോ എന്നുള്ളൊരു വെപ്രാളം കാരണം ഞാനിങ്ങനെ ഉണർന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 2:30 മണിയപ്പോൾ എന്നോട് എണീച്ചിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറാമോ, ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, മക്കളെ ഇത്ര പെട്ടെന്ന് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി വേറെ പെട്ടെന്ന് മാറും, എന്താണെന്നറിയില്ല. പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞതാണ് എന്താണോ ആഗ്രഹം, വലിയ ആഗ്രഹങ്ങളല്ല ഡോക്ടർ സാധിച്ചു കൊടുക്കാൻ പറഞ്ഞത്, എങ്കിൽ പോലും ഒരു അമ്മയെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ടല്ലോ. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. മാർച്ച് മാസം 3-ാം തീയതി അത് എൻ്റെ വീടിന് സമീപത്ത് തന്നെ ഏകദേശം ഒരു 5-10 മിനിറ്റ് നടന്നു പോകുന്ന സ്ഥലത്ത് പോയി ഞാനൊരു 5.25 സെൻറ്റ് മേടിച്ചു. പക്ഷേ എനിക്കിനി ഭൂമിയിൽ വേറെ ഒന്നുമില്ല, ഞാനീ സമ്പാദിക്കുന്നതൊന്നും എൻ്റെതല്ല, എൻ്റെ പിള്ളേരുടെ ആഗ്രഹം മാത്രം എനിക്ക് സാധിച്ചു കൊടുക്കണം. ഞാനൊരു 5.25 സെൻറ്റ് സ്ഥലം മേടിച്ചു. ഒറ്റ മനുഷ്യൻ പറഞ്ഞില്ല. രാവിലെ RCC പോവും, റേഡിയേഷൻ എടുക്കും, തിരിച്ചു വരും. ഈ വസ്തുവിൽ ഒരു പ്ലാൻ വരച്ചു. ഓൺലൈൻ വഴി ഫ്രണ്ട്സിനോട് പറഞ്ഞു, അവർ സാങ്ഷൻ മേടിച്ചു തന്നു.